എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലേക്ക് 2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചധികം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ 3 പാർട്ടായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കാം, അതുപോലെ തന്നെ ഉത്തരങ്ങളും ചോദ്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ക്യാൻ ബി പ്രോഗ്രാംഡ് വൺ ടൈം ബൈ എയ്തർ ദ മാനുഫാക്ചറർ ഓർ ദ കമ്പ്യൂട്ടർ യൂസർ വൺസ് പ്രോഗ്രാംഡ് ഇറ്റ് cannot be modified. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡാഷ് ക്യാൻ ബി പ്രോഗ്രാംഡ് വൺ ടൈം എയ്തർ ബൈ ദ മാനുഫാക്ചറർ ഓർ ദ കമ്പ്യൂട്ടർ യൂസർ വൺസ് പ്രോഗ്രാംഡ് ഇറ്റ് കനോട്ട് ബി മോഡിഫൈഡ്. അതായത് ഇതിൻ്റെ ആൻസർ PROM ആണ്. അപ്പോൾ PROMിലേക്ക് നമ്മൾ പ്രോഗ്രാം ഒരു പ്രാവശ്യം മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അത് മാനുഫാക്ചറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസറോ ആണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതിനാണ് PROM എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ PROM എന്ന് പറഞ്ഞാൽ ഇത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അത് മാനുഫാക്ചറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസറോ ആണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡോസ് ദ ഫങ്ഷൻ ഫയൽ ആൻഡ് ദ റെക്കോർഡ് മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ. അതായത് ഇൻ ഡോസ് ഡെസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ഫങ്ഷൻ ഫയൽ ആൻഡ് ദ റെക്കോർഡ് മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ ഡോസ് കേർണൽ. ഡോസ് കേർണലാണ് ഫയൽ ആൻഡ് റെക്കോർഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈം റിക്വയർഡ് ടു പൊസിഷൻ ദ ഹെഡ് ഓവർ ദ proper track is called. The time required to position the head over the proper track is called seek time. അതായത് ഇത് ഡിസ്കിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഡിസ്കിൽ ട്രാക്കിലേക്ക് ഹെഡ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോസ് കമാൻഡ് fdisk is used to. The DOS command fdisk is used to പാർട്ടീഷൻ ദ ഡിസ്ക്. അപ്പോൾ fdisk എന്നുള്ള കമാൻഡ് ഡോസിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാർട്ടീഷൻ ഓഫ് ദ ഡിസ്കിനാണ് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോഡിംഗ് സ്ട്രക്ചർ ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് എ സീരീസ് ഓഫ് പാരലൽ ബാർ ഈസ് ബാർകോഡ്. എ കോഡിംഗ് സ്ട്രക്ചർ ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് എ സീരീസ് ഓഫ് പാരലൽ ബാർ ഈസ് ബാർകോഡ്. അതായത് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് പാരലൽ ബാർസ് ഉപയോഗിച്ചിട്ടാണ് ബാർകോഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് വിർച്വൽ മെമ്മറി ഈസ്. എ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് വിർച്വൽ മെമ്മറി ഈസ് പേജിങ്. പേജിങ് ആണ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് വിർച്വൽ മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെംപ്ലേറ്റ് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS Word 2010 ഈസ്. ടെംപ്ലേറ്റ് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS Word 2010 ഈസ് .dotx. IBM 4381 is an example of mainframe computer. IBM 4381 എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഷോർട്ട്കട്ട് കീ യൂസ് ടു സീ ദ പ്രിൻറ്റ് പ്രിവ്യൂ ഓഫ് PowerPoint 2007. അതായത് PowerPoint 2007 പ്രിൻറ്റ് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ Ctrl+F2 ആണ്. Ctrl+F2 ആണ് PowerPoint 2007 പ്രിൻറ്റ് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട്കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ നെറ്റ്വർക്ക്. വിച്ച് ഈസ് നോട്ട് എ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ ഞാൻ ഓപ്ഷൻസ് പറയാം. ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ടെൽനെറ്റ്, എക്സ്ട്രാനെറ്റ്. അപ്പോൾ ഇതിൽ നെറ്റ്വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ടെൽനെറ്റ്. അതിൽ ആൻസർ വരുന്നത് ടെൽനെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഷോർട്ട്കട്ട് കീ യൂസ്ഡ് ടു റൺ മാക്രോ ഇൻ MS Excel. Dash is used to
is the shortcut key used to run macro in MS Excel? Answer Ctrl plus F8 ആണ്. അതായത് Ctrl plus F8 എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ് MS Excel മാക്രോസ് റൺ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the attributes of file or folder in DOS is? The attributes of file or folder in DOS is 4 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, any software stored in read only memory is called as? read only memory അല്ലെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഫേംവെയർ. അത് പ്രത്യേകം ഓർത്ത് വെക്കുക, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു കീ എഫക്ട്സ്? കൺട്രോൾ പ്ലസ് ഈക്വൽ ടു കീ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് നീഡ് റിഫ്രഷ്? അപ്പോൾ താഴെ പറയുന്ന ഏത് മെമ്മറിക്കാണ് റിഫ്രഷ് ആവശ്യമുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. SRAM, ROM, DRAM, all of the above. അതായത് താഴെ പറയുന്ന മെമ്മറീസിൽ ഏതിനാണ് റിഫ്രഷ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SRAM, ROM, DRAM, all of the above. ആൻസർ DRAM ആണ് വരുന്നത്. SRAMൻ്റെ ഫുൾ ഫോം സ്റ്റാറ്റിക് റാം ആണ്. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോം റാൻഡം റീഡ് ഓൺലി മെമ്മറി. പിന്നെ DRAMൻ്റെത് ഡൈനാമിക് റാം ആണ്. ഡൈനാമിക് റാമിനാണ് റിഫ്രഷ് ആവശ്യമുള്ളത്. സ്റ്റാറ്റിക് റാമിന് റിഫ്രഷ് ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫീച്ചർ ഹെൽപ്സ് ടു ഇൻസേർട്ട് ദ കണ്ടൻസ് ഓഫ് ദ ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫീച്ചർ ഹെൽപ്സ് ടു ഇൻസേർട്ട് ദ കണ്ടൻസ് ഓഫ് ദ ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്? പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്, ആ ഒരു ഫീച്ചറാണ് നമുക്ക് ക്ലിപ്ബോർഡിലെ ടെക്സ്റ്റ് ഒരു ഫോർമാറ്റും കൂടാതെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗേവ് ദ ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടർ വൈറസ് അറ്റ് ഫസ്റ്റ്? ആരാണ് കമ്പ്യൂട്ടർ വൈറസിൻ്റെ ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊടുത്തത്? ആൻസർ കോഹൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിംബൽ യൂസ് ടു ഡിനോട്ട് സെൽ റെഫറൻസ് ഈസ്? The symbol used to denote cell reference is $sign ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ $sign ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ പറയാം. ഒരു A1 എന്നുള്ള സെല്ലിൻ്റെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് വരുന്നത് $A, $1 എന്നാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്സസ് മെത്തേഡ് ഈസ് യൂസ് ടു ആക്സസ് കാസറ്റ് ടൈപ്പ്? വിച്ച് ആക്സസ് മെത്തേഡ് ഈസ് യൂസ് ടു ആക്സസ് കാസറ്റ് ടൈപ്പ്? സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡാണ് കാസറ്റ് ടൈപ്പിൽ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഷൻ ഓഫ് FPI. FPIൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രെയിംസ് പെർ ഇഞ്ചാണ്. FPIൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.